ഞാനൊരു റേഡിയോയിൽ ജോലി ചെയ്യായിരുന്നു ദുബായിൽ. നൃത്തം പഠിപ്പിച്ചിരുന്നു. അതല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. എൻ്റെ ജീവവായു പോലെ എൻ്റെ അമ്മ എനിക്ക് ശ്വാസം പോലെ തന്നതാണ് നൃത്തം. കുറച്ച് കുട്ടികളെ ഞാൻ വീട്ടിൽ നൃത്തം പഠിപ്പിച്ചിരുന്നു. പക്ഷെ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടോ ഒന്നുമല്ല. കുറച്ച് കുട്ടികളെ. എൻ്റെ അമ്മ ശ്രീമതി കലാമണ്ഡലം സുമതിയാണ് എന്നെ നൃത്തം പഠിപ്പിച്ചിട്ടുള്ളത്, ജീവിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആ കാലത്ത് ഞാൻ UAE റേഡിയോയിൽ ആദ്യത്തെ മലയാള ശബ്ദം റേഡിയോ ഏഷ്യ അവിടെ ജോലി ചെയ്തിരുന്നു. ആ ജോലിയുടെ ഏറ്റവും സുഖം ഒരുപാട് മലയാളം സംസാരിക്കാം, ഒരുപാട് മലയാളം പാട്ടുകൾ കേൾക്കാം. മലയാളം പാട്ടുകൾ പാടുന്ന ദാസേട്ടനടക്കം, ചിത്ര ചേച്ചി അടക്കം, സുജാത ചേച്ചി അടക്കം ഓരോ കലാകാരന്മാരും ദുബായിൽ വന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ അവരോടൊക്കെ സംസാരിച്ച് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോയിരുന്ന ഒരു കാലമുണ്ട് എനിക്ക്. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഞാൻ കുറച്ച് കുട്ടികളെ നൃത്തം പഠിപ്പിച്ചു, പെർഫോം ചെയ്യുമായിരുന്നു ഒക്കെ. പക്ഷെ ഒരു നർത്തകി എന്ന നിലയിൽ സ്റ്റേജ് പെർഫോമൻസ് വളരെ വളരെ കുറഞ്ഞൊരു കാലമായിരുന്നു അത്. ആ കാലത്ത് എനിക്ക് 2 പൊന്നു മക്കളും ഉണ്ടായി. അവരെയൊക്കെ നോക്കി ഈ ജോലിയും ക്ലാസ്സും എല്ലാം ആക്കി മുന്നോട്ട് പോയിരുന്ന കാലത്താണ് ഒരു രസത്തിന് മാത്രമാണ് ഞാൻ കുങ്കുമപ്പൂവിൽ പ്രൊഫസർ ജയന്തിയുടെ കണ്ണട എടുത്ത് വെച്ചത്. ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഞാൻ ഭാവിയിൽ ഒരു അഭിനേത്രിയാവും. ഇങ്ങനെ ഓരോ സ്നേഹമുള്ളവരുടെ മനസ്സിൽ ഒരു ചെറിയ സ്നേഹമായി എന്നെയും കൊണ്ട് നടക്കും. ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന കാര്യമല്ല. 20 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു സീരിയലായിരുന്നു കുങ്കുമപ്പൂ. ഏഷ്യാനെറ്റായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. ഞാൻ അവരുടെ ഡാൻസ് ഷോസ് എല്ലാം, ഫിലിം അവാർഡ്സ് എല്ലാം UAE നടക്കുമ്പോൾ ഞാനായിരുന്നു കൊറിയോഗ്രാഫ് ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു ഇഷ്ടപ്രകാരം, അത് മാധവൻ സാറിൻ്റെ നാടുകൂടിയാണല്ലോ അല്ലേ, സാറിൻ്റെ കൂടെ ആവശ്യപ്രകാരമാണ് ഞാൻ കുങ്കുമപ്പൂവിൽ അഭിനയിച്ചത്. അതിനുശേഷം നല്ല നല്ല കഥാപാത്രങ്ങൾ, ദൃശ്യം, ഫ്രൈഡേ, അനുരാഗ, കരിക്കൻ വെള്ളം, അങ്ങനെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അത് കുടുംബ പ്രേക്ഷകരുടെ, പ്രവാസികളായ മലയാളികളുടെ സ്നേഹമാണ്, സമ്മാനമാണ് എന്നുള്ളതാണ്. പ്രവാസിയിൽ നിന്ന് ഒരാൾ അഭിനയ രംഗത്തേക്ക് വന്നു, അല്ലെങ്കിൽ വീണ്ടും വേദിയിലേക്ക് നൃത്തം ചെയ്യുവാൻ വന്നു എന്നുള്ള ആ ഒരു സ്നേഹവും കരുതലുമാണ് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തന്നത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു.